കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി ചില ടോപ്പിക്കുകൾ പറയുവാനായിട്ടിടയായി. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഖുറാനിലെ പന്നിയും ബൈബിളിലെ ഒട്ടകവും, അതുപോലെ തന്നെ ദിശ നോക്കിയുള്ള ആരാധന, പിന്നീട് ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്ന 3 കാര്യങ്ങളാണ് എക്സ്ക്ലൂസീവ് ടോപ്പിക്കായിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാനായിട്ടിടയായത്. ഇന്ന് ഖുറാനിലെ സ്വർഗവും ബൈബിളിലെ സ്വർഗവും എന്ന വിഷയമാണ്. 2 പുസ്തകങ്ങളിലും സ്വർഗത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ രീതിയിലാണ് അവയെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക അതിന്റെ ഒരു വിഷയം മാത്രം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറ 47:15 പറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന്റെ നദി, പാലിന്റെ നദി, മദ്യത്തിന്റെ നദി സ്വർഗത്തിലുണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ബൈബിളിൽ ആ വെള്ളത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറമായിട്ട് ഒരു വെള്ളം അവിടെ ഒഴുകുന്നില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഇത് ദൈവത്തിന്റെയും കുഞ്ഞാടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി എന്നുള്ളതാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാതെ ഖുറാനിൽ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ നദി, പാലിന്റെ നദി, മദ്യത്തിന്റെ നദി. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്വർഗം എപ്രകാരമാണ് ഉള്ളത് എന്നുള്ളത് നമ്മുടെ ചിന്തയിലേക്ക് ഒന്ന് കൊണ്ടുവരാം. അതുകൂടാണ്ട് സൂറ അൽ ഇൻസാനിലെ 76-ൽ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കട്ടിലുകൾ ഉണ്ടാകും, തമ്മിൽ കാണത്തക്കവണ്ണമാണ് കിടത്തുന്നത്. പിന്നെ സൂറ അൽ ഹിജർ 15:45 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ അവർ എല്ലാവരും സഹോദരന്മാരായി, എന്ന് വെച്ചാൽ പിണക്കങ്ങളൊന്നുമില്ല, സഹോദരന്മാരായി വളരെ സാഹോദര്യത്തോടെ മുഖാമുഖമായി കട്ടിലുകളിൽ ഇരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ കട്ടിലുകൾ എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ വരുന്ന ഒരു കാര്യമാണ്. സൂറ അൽ വക്കിയ 56:35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ, ആയത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സ്വർഗത്തിലെ സ്ത്രീകളെ പുതുതായി സൃഷ്ടിച്ച് കന്യകമാരാക്കി ഇവർക്ക് കൊടുക്കും. അതായത് ഈ കട്ടിലുകളിൽ ഇരിക്കുന്ന യുവാക്കന്മാർക്ക് കൊടുക്കും. സൂറ അൽ വക്കിയ 56, 22, 23 ആയത്തുകളിൽ പറയുകയാണ്, വലിയ കണ്ണുള്ള ഹൂറിമാരുണ്ടാകും, അവ അവകാശപ്പെട്ട മുത്തുപോലെ ഇരിക്കും. അത് പറഞ്ഞ് സ്വന്തമായി അവർക്ക് കൊടുക്കുന്ന മുത്തുപോലെ ഇരിക്കും എന്നാണ്. സൂറ അൽ റഹ്മാൻ 55:56 അവിടെ കണ്ണുകൾ താഴ്ത്തിയിരിക്കുന്നതും അവരെ മുൻപ് മനുഷ്യരും ജിന്നുകളും ഒന്നും സ്പർശിച്ചിട്ടില്ലാത്തതുമായ ഹൂറികൾ അതിന്റെ തന്നെ സൂറ അൽ റഹ്മാൻ 55:76 പറയുന്നു, അവിടെ കൂടാരങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള ഹൂറിമാരുണ്ടാകും. സൂറ അൽ ദുഖാൻ 44:54 വീണ്ടും പറയുകയാണ്, അവർക്ക് വലിയ കണ്ണുള്ള ഹൂറിമാരെ നാം വിവാഹം നടത്തും. അപ്പോ സ്വർഗത്തിലൊരു വിവാഹം ഉണ്ടാകും എന്നുള്ളത് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കട്ടിലുകൾ, അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്ന കട്ടിലുകള് സഹോദരന്മാരായി സാഹോദര്യത്തോടെ കഴിയുമ്പോഴും ഹൂറിമാരെ അവർക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ള, അല്ലെങ്കിൽ സ്ത്രീകളെ അവർക്ക് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അത് എത്ര ഹൂറിമാരുണ്ടാകും എന്നുള്ളത് ഹദീസ്, ഞാൻ പറഞ്ഞല്ലോ, ഖുറാനിലുള്ള കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഹദീസ് കൂടി നോക്കിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ജാമി അറ്റ് തിർമിദി 2562 എഴുതിയിരിക്കുകയാണ്, ഒരാൾക്ക് 72 ഹൂറിമാരെ കൊടുക്കുമെന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർഗം എപ്രകാരമുള്ള സ്വർഗമാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ, ബൈബിളിൽ ഞാൻ പറഞ്ഞല്ലോ സ്വർഗത്തെക്കുറിച്ച് വളരെ ആധികാരികമായി 2 പുസ്തകങ്ങൾ, അതായത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 2ലും എല്ലാം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മാറ്റവും, പഴയ നിയമത്തിൽ യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചതും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുമായ സകല കാര്യങ്ങളുടെയും ഒരു നിവർത്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഓഫ് കണക്ഷൻ പുതിയ നിയമത്തിലും
സ്വർഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ സദൂക്യർ, യേശുക്രിസ്തുവിന്റെ ജീവകാലത്ത് സദൂക്യർ എന്ന് പറഞ്ഞാൽ അന്നത്തെ സൊസൈറ്റിയിലെ ഹൈ ക്ലാസ് പീപ്പിൾസ് ആയിരുന്നു സദൂക്യർ. അവർ വന്ന് കർത്താവിനോട്, യേശുക്രിസ്തുവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു സ്ത്രീ വിവാഹം കഴിച്ച് അവൾ മരിച്ചു, അല്ലെങ്കിൽ ആ ഭർത്താവ് മരിച്ചു, സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിപ്പാനായിട്ടിടയായി. അപ്പോൾ സ്വർഗത്തിൽ ഈ സ്ത്രീ ആർക്കായിരിക്കും ഭർത്താവായി തീരുക എന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കാനായിട്ടിടയായി. അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് മത്തായി സുവിശേഷം 22:29 വാക്യത്തിൽ പറയുകയാണ്, ഈ ചോദ്യം ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റേഴ്സ്, ഈ സ്ക്രിപ്റ്റേഴ്സ് എന്താണ്? കർത്താവ് വരുന്നതിന് മുൻപ്, കർത്താവ് ഭൂമിയിൽ അവതരിക്കുന്നതിന് മുൻപ് നൽകപ്പെട്ട, അതായത് മോശ മുഖാന്തരവും പ്രവാചകന്മാർ മുഖാന്തരവും നൽകപ്പെട്ട വാക്യങ്ങൾ അല്ലെങ്കിൽ വചനങ്ങളാണ് സ്ക്രിപ്ചർ എന്ന് പറഞ്ഞ് കർത്താവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ തിരുവെഴുത്തിനെ ആസ്പദമാക്കിയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. എന്നിട്ട് ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്, പുനരുത്ഥാനത്തിൽ, അതായത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല. വ്യക്തമായിട്ട് അവിടെ ഓർമ്മപ്പെടുകയാണ്, അവിടെ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. അടുത്ത ഒരു സെന്റൻസ് ആണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു, അവരെല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു എന്ന് പറഞ്ഞാൽ ജഡിക ചിന്തകൾ ഒന്നുമില്ലാത്ത വ്യക്തികളായി സ്ത്രീയും പുരുഷനും ആയിത്തീരും എന്നുള്ളതാണ് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അത് തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വർഗത്തെ സംബന്ധിച്ച് വളരെ നമുക്ക് യോജിച്ചു പോകുവാൻ പറ്റിയതല്ല. നമുക്ക് എന്ന് പറഞ്ഞാൽ ബൈബിളിന് യോജിച്ചു പോകാൻ പറ്റിയതല്ല ഖുറാനിൽ എഴുതിയിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശം എന്ന് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവജനം വ്യക്തമായി ഇത് പഠിക്കുവാനും ഇത് അറിയുവാനും ഇടയാകണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഞാൻ വീഡിയോസ് ചെയ്യുന്നതും. ഇത് പൊതു അറിവിലേക്കാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.